I just turned on my camera this morning and it would not go landscape. It will only shoot in horizontal for some reason. So you know when you flip the lid of DJI Osmo Pocket 3, it just wouldn't flip. I knew this day would come, but I didn't think it would come that day. ഞങ്ങൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ്. വി ആർ ഗോയിങ് ടു സ്പെയിൻ, കനറി ഐലൻഡ്സ്, ഫ്യൂച്ചർ വെഞ്ചൂറ. I don't know if you can hear me, but anyway. കോഫിയൊക്കെ മാച്ച മേടിച്ചു. മാച്ച എങ്ങനെയുണ്ട്? ഡു യു ലൈക്ക് മാച്ച? മാച്ച നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയില്ല. ഇറ്റ്സ് ലൈക്ക് നോർമൽ കോഫി. കോഫി, ടീ ആൻഡ് മാച്ച ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഓൺ ട്രിപ്പ്. ആൻഡ് അതെ അതെ തിരിച്ച് തല്ലു പിടിച്ച് വരുമെന്ന് അറിയാം. നിങ്ങളപ്പോൾ ഇതിനകത്ത് ഒരു മറ്റേ ലവി ഡവി ഡോട്ടേഴ്സിനെ മദേഴ്സിനെല്ലാം കണ്ടിട്ടുള്ളൂ. യു ഗെറ്റ് ടു സീ ദ അതർ സൈഡ് ഓഫ് അസ് നൗ. കുഞ്ഞു കാര്യങ്ങൾക്ക് എന്തിനെങ്ങനെ ചെയ്തേ അങ്ങനെയൊക്കെ പറയുന്നത്. ഐ വോണ്ടഡ് ടു ബി റോ ആസ് പോസിബിൾ, ബട്ട് ഓൾസോ ആൻഡ് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാനും അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ ബൈ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ Future Ventura. You have to go through e-gates if you have British passports. So you register, then you go automatic gate. So we are on the way out to get our luggage. നല്ല കാറ്റാണ് ഗൈസ്, നല്ല കാറ്റാണ്. എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോകുന്നു. എങ്ങനെയുണ്ട്? കാറ്റുണ്ട്, പക്ഷേ ചെറിയ കുഞ്ഞു കോട്ട് വേണം. വലിയ തണുപ്പില്ല വിചാരിച്ചത്ര. നമ്മൾ ലാൻഡ് ചെയ്തിട്ട് ജെറ്റ് ഹോളിഡേയ്സിലാണ് ഞങ്ങൾ വന്നത്. സോ നമുക്ക് അവർ ടെക്സ്റ്റ് അയക്കും നമ്മുടെ നമ്പറിലേക്ക് ഏത് കോച്ചാണ് പിടിക്കേണ്ടത്. വോൾക്കാനോ എക്സ്പ്രസ്. മമ്മി ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരും. എന്താണ് മമ്മി ടൂറിൻ്റെ എക്സ്പെക്റ്റേഷൻ? ഒന്നുമില്ലേ? Woman with a few words. Spend time relaxing, beach, swimming. പിന്നെ ഇതൊക്കെ കേട്ടല്ലോ ഗൈസ്, നമുക്കറിയാം എല്ലാ സ്ഥലങ്ങൾ കാണുക. ദെൻ ഡേ ടുഗദർ വിത്ത് മൈ ഡോട്ടർ. എൻ്റെ പൊന്നു ഇതൊക്കെ കേട്ടല്ലോ. ഇന്നത്തെ എന്തൊക്കെ ചെയ്യുന്നത് ദൈവത്തിന് അറിയാം. വെള്ളം കൊടുത്തിട്ട് തൊണ്ടറിയില്ല. എന്നെപ്പറ്റി നല്ലത് പറഞ്ഞോണ്ടായിരിക്കും. ഞങ്ങൾ ജെറ്റുവിൻ്റെ ഹോളിഡേയിലാണ് വന്നത്. ഞങ്ങളിവിടെ ഇറങ്ങി. ഇവിടെ ഓൾറെഡി കോച്ചുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പേര് പറയുമ്പോൾ ഏത് ഹോട്ടലാണെന്ന് പറയുമ്പോൾ അവർ ഏത് സൈഡിലാണ് പെട്ടി വെക്കേണ്ടതെന്ന് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വിടും. പിന്നെ ഓൾ ഇൻക്ലൂസീവ് ഉള്ള ഹോട്ടലാണ്. ആദ്യമായിട്ടാണ് മമ്മ ഓൾ ഇൻക്ലൂസീവിന് പോയിട്ടില്ല. ഇതിന് മുമ്പ് ഞാൻ പോയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. നോർമലി ഞാൻ അക്കോമഡേഷനും ഫ്ലൈറ്റും ട്രാൻസ്ഫറും എല്ലാം ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ച് സെപ്പറേറ്റ് പോകാറാണ് പതിവ്. സോ ഐ വിൽ റേറ്റ് ഇതാണോ എനിക്ക് മറ്റേതാണോ ഇഷ്ടപ്പെട്ടതെന്ന്. പക്ഷേ ഇതൊരു കുഞ്ഞ് സ്ഥലമുണ്ട്, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. We came in here, we checked in, and then we got our wristbands because the wristbands are for all inclusive. They do lunch, breakfast and dinner at a specific timing, and anything in between is snack, and then you get it in the pool area. I haven't checked the room out yet. We literally dropped our bag and came to eat food because this finishes at 5:30 and it's currently 5:31 because you have 1 hour gap between 5:30 and 6:30 because 6:30 is when the dinner starts. കിട്ടിയ സാധനങ്ങളൊക്കെ കുറച്ച് വാരി വലിച്ചൊക്കെ തിന്നത്, പക്ഷേ it was okay അല്ലേ? It wasn't like wow എന്ന് പറയാനില്ല. ഓക്കെ, ബർഗർ ഉണ്ടാക്കി കഴിച്ച് ഒരത്ര ഫെയിലിയർ ആയിരുന്നു. എനിക്ക് ബർഗറിൻ്റെ ആ മീറ്റ് ഇത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് കേക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു, ലൈക്ക് ഇങ്ങനത്തെ കേക്കൊക്കെ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പപ്പായ, പെയർ, പ്ലം അങ്ങനത്തെ സംഭവങ്ങൾ, അതൊക്കെ കഴിച്ചു. And then tea bag is okay. അതുകൊണ്ട് എനിക്ക് ടീ അത്ര ഇഷ്ടപ്പെട്ടില്ല. But I'm trying to make it work and drink in a tea because ഞങ്ങൾ രാവിലെ 5:30 എഴുന്നേറ്റതാണ്. ഇപ്പം 5:30 സോ 12 മണിക്കൂറായി ഞങ്ങൾ അവേക്കായിട്ട്. ഫ്ലൈറ്റിൽ ജസ്റ്റ് വാച്ച് സം TV, കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തു അങ്ങനെയൊക്കെ. പിന്നെ കോച്ച് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ നിർത്തിയിട്ട് എല്ലാവരും കോച്ചിൽ കയറണമല്ലോ. അപ്പോൾ അതിനൊരു 30-40 മിനിറ്റ്സോളം ഞങ്ങൾ കോച്ചിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്തു. സോ
സോ അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. വേറെ ഒന്നുമില്ല. ബാക്കി റൂമൊക്കെ കാണിച്ചിട്ട് സ്ഥലമൊക്കെ പിന്നെ ഫുള്ള് ഞാൻ പോകുമ്പോൾ കാണിക്കാം. ബീച്ചിലേക്ക് ഷട്ടിലുണ്ട്. ബാക്ക് ആൻഡ് ഫോർത്ത് തന്നെ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഷട്ടിലിൽ പോയി കഴിഞ്ഞാൽ ഒരു ബീച്ചിൽ കൊണ്ടു ഡ്രോപ്പ് ആക്കും. നമുക്ക് ടവൽ വേണമെങ്കിൽ അവർ നമ്മൾ €6 കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് ടവൽ തരുന്നു. ടവൽ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അവർ ആ കാശ് നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് പറഞ്ഞത്. സോ ഫാർ അത്ര ഇൻഫർമേഷനാണ് കിട്ടിയത്. ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിക്കുക ഇച്ചിരി കഷ്ടപ്പെട്ടു. ബിക്കോസ് ഞങ്ങൾക്ക് റൂം എവിടെയൊന്നും മനസ്സിലായില്ലായിരുന്നു. ഞങ്ങൾ പകുതി വഴിക്ക് നടന്ന് അവിടെ കണ്ടൊക്കെ എത്തി. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ഞം സ്നാക്കൊക്കെ കഴിച്ച് ഇത് കഴിച്ചോക്കട്ടെ. ചോക്ലേറ്റ് ചിപ്പൊക്കെ ഉണ്ട്. നാട്ടിൽ വണ്ടർല കേക്ക് പോലെയുണ്ട്. പക്ഷേ ആ ഓറഞ്ച് ഫ്ലേവറിനൊരു ചോക്ലേറ്റ്. ഫുൾ ലെങ്ത് മിററുണ്ട്. നല്ല കാറ്റാണ്. The view is gorgeous. So this is the room. Twin room ആണ് നമുക്കുള്ളത് ഇവിടെ. ട്വിൻ ബെഡ്, അലമാരി ഉണ്ട്, ഫുൾ ലെങ്ത് മിററുണ്ട്. യെസ്, അടച്ചോളൂ. നല്ല വലിപ്പമുണ്ട്. This is the toilet. വാവ്, വലിയ ഷവറാണ്. To go and find the beach. Don't know why in this cold weather I've changed my outfit design. Mummy beach il vaanam. Just to explore outside. That's it. Not only beach. Another thing that we have noticed is ഞങ്ങൾ ജെറ്റ് ഹോളിഡേയ്സ് ആണ് എടുത്തത്. So we asked them റിസപ്ഷനിൽ ഹോട്ടലിൻ്റെ ലൈക്ക് ഇവിടെ എൻ്റെ മാഗ്നറ്റ് ഇട്ടു നോക്കട്ടെ. യെസ്. എൻ്റെ DJയുടെ പുതിയ ഇത്. സോ ബേസിക്കലി ഞങ്ങൾ അവരോട് ചോദിച്ചു ജെറ്റ് ഹോളിഡേയ്സിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൂർ കമ്പനിയാണ് നമുക്ക് ടൂർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമുക്ക് സെപ്പറേറ്റ് അവരായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ടു ബി പിന്നെ ജെറ്റാണ് അവിടെ മെയിനായിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. It's really nice. ഇവിടുത്തെ ഒരു മിനി മാർക്കറ്റാണ് നമ്മൾ ഇതുപോലത്തെ തന്നെ. അതേ തോന്നുന്നു അല്ലേ, നമ്മളവിടെ പണ്ട് മേടിച്ചില്ലേ? ഏതാണ്ട് സാധനമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ ഒലിവ് ഓയിലിൻ്റെ സാധനമൊക്കെ ഉണ്ട്. ഷവർ ജെല്ല് 380. ഓക്കെ, വന്നേ ഇങ്ങോട്ട് വന്നേ. ലൈമുണ്ട്. പോവാ. ശരി, ഫുഡ് കഴിച്ച് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, മമ്മിക്ക് ഇച്ചിരി നടന്ന് ദഹിപ്പിച്ചിട്ട് വേണം അടുത്ത ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. മമ്മി പറയുന്നത് 8 മണിയാകുമ്പോഴേക്കും 8:30 ആയപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പോയാൽ മതി. അവർ 9 മണിക്കാണ് അടക്കണേ. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 7:45 ആകുമ്പോഴേക്കും പോകാം. കാരണം അല്ലെങ്കിൽ പിന്നെ നല്ല ഫുഡ് തീർന്നിട്ട് പിന്നെ അവർ റീസ്റ്റോക്ക് ചെയ്യില്ല. പിന്നെ ബാക്കി എല്ലും മുള്ളൊക്കെയാണ് കിട്ടുള്ളൂ. ബേസിക്കലി ഞങ്ങൾ ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമൊക്കെ കണ്ടല്ലോ നിങ്ങൾ, ബീച്ച് കണ്ടുപിടിക്കാൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ടൂറിൻ്റെ കാര്യം ബേസിക്കലി ടൂർ തിങ്സ് അവർ ചെയ്യില്ല ഹോട്ടൽ, അല്ലെങ്കിൽ ദേ ഡോണ്ട് നോ എനി പ്രൈവറ്റ് കമ്പനീസ്. നമ്മുടെ ടൂറ് ലൈക്ക് ഇത് വേറൊരു ഹോട്ടലാണ് പോയത്. നമ്മുടെ ടൂർ ഓപ്പറേറ്റർ നമുക്ക് വേണ്ടിയിട്ട് ടൂർ ഗൈഡ് ആ ടൂർ സെറ്റ് ചെയ്ത് തന്നെ എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ടൂറൊന്നും കിട്ടിയില്ല. ഞങ്ങളപ്പോൾ അതും കൊണ്ട് ഓർത്തു ബീച്ച് വരെ നടക്കാം. ദഹനത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടേ ദഹിപ്പിക്കാൻ വേണ്ടി നടക്കുന്നതാണ്. ബീച്ച് വരുന്നതല്ലെങ്കിൽ 10 ബീച്ച് എത്താറാകുമ്പോഴേക്കും മമ്മിക്ക് മിക്കവാറും മടുക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു. A little bit of summary what happened today. We woke up really early in the morning, got the flight, got to Fuerteventura, coach from there to this place. We just walked around here, chilled for a bit. We are on all inclusive, but by the time we came here already lunch was finished and the dinner was only like 5:30. So we had something snack, but snack was okay. It wasn't like amazing. It was like meh.
kind of thing. And then we had a little bit of food, and then the dinner was much more better, which started 6:30 till 9 o'clock. So we filled up some water. Tomorrow we have booked a dolphin and a whale watching session at 10 o'clock, but we don't know what time the pickup is because we only booked it like at 9 o'clock today. So we don't know what time we have to go to the pickup place. But saying that, we might wake up early just to figure that out. That means we'll just have a chill day on Sunday and just explore the place and just relax here, go to the pool and just, walk to the beach and come back and just a chill day. And then on Monday we are leaving. So 11:05 or something, we're getting picked up from here to the airport. So we don't have much time in the morning, just like eating breakfast and chilling anyway. That's all I got for today. So we're gonna end the vlog here. We had it was okay. It's a nice hotel, nice room, everything's a bit relaxing. What do you think, Mom? What do you think so far? So far it is good. It's a nice accommodation. Food we don't know yet. Dinner was just okay. I mean, snack was worse, but dinner was okay. Okay, that's all. But comparing to many other hotels, we had a full package. This is not the best. It's okay-ish. Yeah. Because the other one was everywhere was really good. Okay, let us see. So tomorrow we are going to explore the sea. മമ്മി ഒരു പുതിയ ഷവർ ഓയിൽ മേടിച്ചു. ഒരു കട ചെന്നപ്പോൾ 390, ഒരു കട ചെന്നപ്പോൾ 350. കണ്ടപാടെ പോയി മേടിച്ച്. നല്ലതാന്ന് മേടിച്ചിട്ട് നല്ലതാണെങ്കിൽ ചുമന്നുകൊണ്ട് പോകാൻ ഇവിടുന്ന് കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടത്. ബട്ട് മമ്മയുടെ എക്സ്പെക്ടേഷൻ എന്താണ് ട്രിപ്പിനെ പറ്റി? Expectation കുളിക്കാൻ പോരുന്ന വിളിച്ചോട്ട് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ ലോൺലി പ്ലേസ് അല്ലേ. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ഈ റിസോർട്ട് അതിന് ചുറ്റുപാടും, പിന്നെ കുറച്ചുകൂടെ നടന്നൊരു ബീച്ച്, അത്രേ ഉള്ളൂ. പിന്നെ ദൂരെ പോകണം ഓരോന്ന് കാണാനും കേൾക്കാനും ഒക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മമ്മി കുളിച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോണത്. സോ ഓവറോൾ ഹോട്ടൽ ഡെക്കോർ ആൻഡ് എവറിത്തിങ് നൈസ് ആണ്. ആൾക്കാരും കൈൻഡ് ഓഫ് നൈസ് ഇനഫ് ആണ്. പക്ഷേ ലൈക്ക് ടൂർ തിങ് നിങ്ങൾ ചോദിച്ചപ്പോൾ as a jet to holidays ചോദിക്കണം എന്നുള്ള രീതിയിൽ ഇഫ് യു ക്യാൻ ഹയർ എ കാർ ആൻഡ് ഡു ഇറ്റ് യുവർ സെൽഫ് മേ ബി ദാറ്റ് വുഡ് ബി ബെറ്റർ. പക്ഷേ ഞങ്ങൾക്ക് ഓൾറെഡി എയർപോർട്ട് ട്രാൻസ്ഫർ ഉണ്ടായതുകൊണ്ട് ഹയർ എ കാർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വി സ്ട്രഗിൾഡ് എ ലിറ്റിൽ ബിറ്റ് ബിക്കോസ് ഈ പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ ആകെ 2-3 സ്ഥലങ്ങൾ കാണാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ നാളെ ഡോൾഫിൻ ആൻഡ് വെയിൽ വാച്ചിങ്ങിന് ഇന്ന് ചരിഞ്ഞിരിക്കണേ ഞങ്ങൾ ഡോൾഫിൻ ആൻഡ് വെയിൽ വാച്ചിങ്ങിന് പോകാനാണ് നാളെ പ്ലാൻ. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ദ പിക്കപ്പ് ടൈം ആസ് ഐ സെഡ് ഏർലിയർ. സോ വിൽ സീ ഹൗ ഇറ്റ് ഗോസ്. ബട്ട് സോ ഫാർ ഇറ്റ്സ് ഓക്കെ. കോൾഡാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് വാമായിരിക്കുന്നു വിചാരിച്ച്. പക്ഷേ ലൈക്ക് ഇച്ചിരി കോൾഡാണ്. സോ ഞാൻ സ്വെറ്ററൊക്കെ ഇടാനായിരിക്കണേ ബിക്കോസ് ഞാൻ ചെരുപ്പിട്ടിട്ട് ഇന്ന് പോയത്. ഞാൻ വെതർ നോക്കി കഴിഞ്ഞപ്പോൾ എയർ ക്വാളിറ്റി വാസ് റിയലി ബാഡ്. ഉണ്ട് ലൈക്ക് അയ്യോ ഇതെന്താ അങ്ങനെ. ബട്ട് കോൾഡാണ്. നല്ല കാറ്റുണ്ട്. അപ്പാരൻ്റ്ലി ഒരു സ്റ്റോമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇവിടെ. പുള്ളി നാളെ നല്ല വെതറായിരിക്കും. ഞങ്ങൾ ആകെ 3 നൈറ്റ്സ് ഇവിടെ ഉള്ളൂ. ഒരു നൈറ്റ് ഇപ്പോൾ തീരും. പിന്നെ നാളെ ഞങ്ങൾ ടൂറിന് പോവും. പിന്നെ നാളെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ മൺഡേ ഞങ്ങൾ തിരിച്ച് ഫ്ലൈ ഔട്ട്. എന്തായാലും നമ്മളിപ്പോൾ 3 നൈറ്റ് സ്റ്റേ ആണെങ്കിലും ഒരു ഫുൾ ഡേ ട്രാവലിന് വേണ്ടി തരും. അത് നമ്മൾ പ്ലാനിങ്. ബട്ട് ഞങ്ങൾ രാവിലെ ഞാൻ 5:30 എഴുന്നേറ്റതാണ്. 6 മണിയായപ്പോൾ മമ്മീനെ പിക്കപ്പ് ചെയ്തിട്ട് ലൈക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളിവിടെ എത്തി. ബേസിക്കലി നമ്മൾ 3 നൈറ്റ് എന്ന് പറഞ്ഞാലും അതിനകത്ത് 2 ഡേ ഫുള്ള് ട്രാവൽ ചെയ്ത് നമ്മൾ കളയാനുള്ള. ദാറ്റ്സ് എ പ്രോബ്ലം വെൻ യു ട്രാവലിംഗ് സംവെയർ. സോ ഇറ്റ്സ് ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ടേക്ക് മോർ ലോങ്ങർ ഹോളിഡേയ്സ് ബിക്കോസ് അപ്പം കുറേ കൂടി ദിവസം കിട്ടിയുള്ളൂ തോന്നും ഫുള്ളർ ഡേയ്സ്. ബട്ട് ഒരു ഷോർട്ട് ഗെറ്റ് അവേനൊക്കെ ഇറ്റ്സ് ഇസ് ഗുഡ്. ദ ഫസ്റ്റ് ടൈം ഐ ബീൻ ഇൻ ദ Canary Islands. So good to go. And I don't want to extend this vlog any further. So that's it for today. I'll see you guys tomorrow and have a good night. Good morning. Probably ഞാൻ വോയിസ് ഓവർ ഉണ്ടായിരുന്നു ബിക്കോസ് ബാക്കിലെ പാട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ലൈക്ക് എഴുന്നേറ്റ് ഓടിപ്പടിഞ്ഞ് ഡ്രസ്സ് മാറി ചെന്നു ഫുഡ് കഴിക്കാനായിട്ട് പറക്കി കൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങൾ പറക്കിയെടുത്തു. ബിക്കോസ് 8 മണിക്കാണ് അവരെനിക്ക് മെസ്സേജ് അയക്കണേ 8:25 പിക്കപ്പ് ചെയ്യാനായിട്ട് വണ്ടി വരുമെന്ന്. സോ ഞങ്ങൾ 8:10 ആയപ്പോഴേക്കും അവിടെ ചെന്നിട്ട് 8:18 ആയപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്ന് ഓടി. പുള്ളി അവിടെ എത്തിയായിരുന്നു. ഞങ്ങളവിടെ എത്തി. ഭാഗ്യത്തിന് ഇതിനകത്ത് കയറി. അല്ലെങ്കിൽ പിന്നെ വി ഹാവ് ടു മേക്ക് അവർ ഓൺ വേ. 1/2 മണിക്കൂർ ടു ദ ഹാർബർ. ഞങ്ങൾ ഇതിനകത്ത് പോയിട്ട് കോച്ചിൽ പോയിട്ട് പിന്നെ ഹാർബറിൽ പോകും. എല്ലായിടത്തും ഇങ്ങനെ കുറേ പേര് പിക്കപ്പ് ചെയ്തിട്ട് ഹോട്ടലിൽ അറേഞ്ച് ചെയ്ത് വെക്കും. എന്നിട്ട് പിക്കപ്പ് ചെയ്തിട്ട് ഒന്നിച്ചൊരു ബസ്സിൽ പോകും. അതാണ് ലാഭം. അയ്യോ
സൈഡിൽ പോവാം. കറക്റ്റ് വ്ളോഗ് ചെയ്യാം മമ്മി. നാണം വന്നു പെട്ടെന്ന്. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ബോട്ട് ചെയ്യാനായിട്ട്. ബോട്ട് ചെയ്ത് ഞങ്ങൾ ആക്ച്വലി പോകാനായിട്ട്. വെയിലൊന്നുമില്ല, ഹോപ്പ്ഫുള്ളി വെയിൽ. മമ്മി സൈഡ് മാറി. മമ്മിക്ക് ഇവിടെ നിന്നിട്ട് ഭയങ്കര കുലുക്കം. ഞാൻ ഈ സൈഡിലായിരുന്നു. വെള്ളം തിരക്കുന്നുണ്ട്.
attempt 2, because we are going to go to the beach again today by walking, because we have a coach from here, from the hotel, to go to the beach and then bring us back again. But I think the last one is at 3 or something. We're just chilling in the room, so decided to go for a walk. And then the dinner starts at like 6:30, so we only gonna want to eat by 7:30, 8. So we decided we'll go for a walk. Mom's all ready, I'm all ready. അപ്പോൾ ഞങ്ങളുണ്ടായിരുന്നു നടന്ന് ബീച്ച് കണ്ടുപിടിച്ചിട്ട്, ഇന്ന് ബീച്ച് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, ഞങ്ങൾ തിരിച്ചു വരും. We are on our way to find this beach. So I thought it was a good idea, because I don't know why I thought it was a good idea, but it was a good idea to walk and talk about our experience so far, and also dolphin and whale watching today. Mom, what is your experience in the dolphin and whale watching? ആക്ച്വലി നമ്മൾ ഒത്തിരി ഡോൾഫിനെ കണ്ടു, അപ്പോൾ അത് സന്തോഷമായി. പക്ഷെ ഓൺ ദ വേയിൽ ആ ട്രാവലിങ് ഇച്ചിരി ടയറിങ്ങും ഇച്ചിരി എന്താ പറയുക, മലയിൽ കൂടെ പോകുന്ന പോലെയായിരുന്നു. വേവ്സിൻ്റെ മീതകടെ ഡിക്റ്റിങ്, താഴെ മുകളിൽ താഴെ മുകളിൽ താഴെ മുകളിൽ, ഓ ടു മച്ച് ആയിരുന്നു അത്. എനിവേ അവിടെ ചെന്ന് വെയിൽസിനെ കണ്ടപ്പോൾ അതൊക്കെ നമ്മൾ മറന്നു. വെയിൽസിനെ നമ്മൾ കണ്ടില്ല, ഡോൾഫിനെ കണ്ടുള്ളൂ. വെയിൽസില്ല, വെയിൽസിനെ കാണുന്നു പ്രതീക്ഷിച്ചായിരുന്നു. ഡോൾഫിനെ, കുറേ ഡോൾഫിനെ കണ്ടു കേട്ടോ. ഞാൻ കുറേ കണ്ടു, ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സ് പാർട്ടിക്ക് പോണ പോലെയായിരുന്നു. അവരൊക്കെ ഇങ്ങനെ തലകുത്തി മറിയുകയും ഒക്കെ നല്ലായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തീർന്ന പോലെ ആയിപ്പോയി തിരിച്ചു വന്നപ്പോൾ അല്ലേ. അവിടെ നമുക്ക് സ്വിം ചെയ്യാൻ വെറുതെ സ്ഥലം വെച്ചിട്ട് ആരെങ്കിലും ഇറങ്ങിയോ തണുപ്പത്ത്? ഇല്ല, ഹാഫ് ആൻ അവറുടെ സ്വിം ചെയ്യാൻ തന്നത്. നമ്മൾ UK അത്രയും തണുപ്പില്ല, സോ ഇത് ഫുൾ സർവീസ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം എല്ലാവർക്കും, ഈ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഡോൾഫിൻ ആൻഡ് വെയിൽ വാച്ചിങ് ആണ്. അപ്പോൾ വെയിൽസിനെ കാണാൻ പറ്റുമെങ്കിൽ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഡോൾഫിനും അവർ പറഞ്ഞത് അവർ പ്രത്യേക ടെക്നിക്സോ ട്രിക്സോ അല്ലെങ്കിൽ ഫുഡൊന്നും വിളിച്ചിട്ടല്ല അവർ വിളിക്കുന്നത്, നാച്ചുറലായിട്ട് അവർ ഉള്ള ഏരിയയിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ കാണാൻ പറ്റുമെങ്കിൽ എന്നുള്ള രീതിയിലാണ്. സോ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഇതിനു മുമ്പ് പോയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. അങ്ങോട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഹോട്ടലിന് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. ആൻഡ് വി ഡിഡ് നോട്ട് നോ ഏത് സമയത്താണ് പിക്കപ്പ് ചെയ്യണതെന്ന്. ഞങ്ങൾ ടൂർ ബുക്ക് ചെയ്തത് രാത്രി 9:30 അതിന് രാവിലെ 10 മണിക്കാണ് ടൂർ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പിക്കപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. പിക്കപ്പ് വേണ്ട എന്ന് ഉണ്ടെങ്കിൽ what we can do is നമുക്ക് 9:30 ആകുമ്പോഴേക്കും ഹാർബറിലെത്തണം. പക്ഷെ നമുക്ക് പിക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ ദാറ്റ് അവർ പറയുന്ന ടൈമിൽ നമ്മളവിടെ എത്തണം. അപ്പോൾ ഞങ്ങൾക്ക് 3-4 മിനിറ്റ്സോളം വാക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് മറ്റേ ഹോട്ടലിലേക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് 8 മണിയായപ്പോഴേക്കും ഞങ്ങളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 8:11 കണ്ടായി. ഇപ്പോൾ അവർ മെസ്സേജ് അയച്ചു 8:25 അവിടെ വരെ. ഞങ്ങൾ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അങ്ങോട്ട് ഓടിപ്പോയി. അവിടെ കുറച്ച് പഴവും വാട്ടർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാഗിലെടുത്തിട്ട് ഞങ്ങൾ ബേസിക്കലി റാൻ. കറക്റ്റ് 8:25 ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. എന്നിട്ട് അവർ മെസ്സേജ് അയച്ചു ഡ്രൈവർ അവിടെ ഉണ്ടല്ലോ. ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു ഞങ്ങളവിടെ ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ ഭാഗ്യത്തിന് ഡ്രൈവർ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ മമ്മ പറഞ്ഞു we didn't know the pickup information, so we couldn't eat breakfast. അപ്പോൾ പുള്ളി പറഞ്ഞു you only booked it late last night, so we wouldn't be able to tell you anyway. and ഓഫീസ് ക്ലോസ്ഡ് അല്ലേ ഇത്. അങ്ങോട്ട് പോയപ്പോൾ കുറേ ആൾക്കാരെ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 8:25 അയാൾ ഞങ്ങൾ പിക്കപ്പ് ചെയ്തിട്ട് ഒരു കോച്ചിൽ കൊണ്ടുപോയി. ആ കോച്ചിൽ നിന്ന് അബൌട്ട് 9:45 വരെ പിക്കിംഗ് അപ്പ് ഒക്കെ ആയിരുന്നു ആൾക്കാരെ പല ഹോട്ടലുകളിൽ നിന്ന് ഇതുപോലെ. എന്നിട്ട് ഫൈനലി 9:45 ഞങ്ങൾ അവിടെ ഹാർബറിൻ്റെ അവിടെ എത്തി. എന്നിട്ട് പിന്നെ നമ്മൾ ബോട്ടിൽ കയറി. നോക്കട്ടെ ഞങ്ങൾ നടക്കുന്ന വഴിക്ക് നോക്കി സച്ച് എ ക്യൂട്ട് പ്ലേസ്. ഇതാണ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ. ഇവിടുന്ന് ഏതാണ്ട് 3-4 മിനിറ്റ്സ് ഉള്ളൂ. ഫീച്ച് വെഞ്ചൂറയുടെ മാപ്പ് പോയ സ്ഥലം ഇവിടെ. സോ ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണേ. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ഇത്. ഇവിടെയാണ് വേറെ കുറേ ഡൈവിങ് കുറേ ആക്ടിവിറ്റീസ് ഉള്ളത്. ഇവിടെയാണ് നമ്മൾ ബോട്ട് നിർത്തിയിട്ട് സ്വിമ്മിങ്ങിന് അവർ കൊണ്ടുപോയ ലൈറ്റ് ഹൗസ്. പക്ഷേ മെയിൻ ആക്ടിവിറ്റീസ് ആൾക്കാർ സാധാരണ ബുക്ക് ചെയ്യാറുള്ളത് ഇവിടെയും പിന്നെ ഇവിടെയും. ഇതാണ് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ. പക്ഷെ ഞങ്ങൾ ഏറ്റവും താഴെയാണ്. വി ആർ ഗോയിങ് ടു ദ അങ്ങോട്ട് പോണേ കോസ്റ്റ കാൽമ ബീച്ച്. ഞാൻ ഈ വഴിയാണോ ആ വഴിയാണോ എളുപ്പം നോക്കട്ടെ പറഞ്ഞു നിർത്തിയത്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ എടുക്കും. മമ്മീനെ കാണാൻ പറ്റില്ല എനിക്ക്. നമ്മൾ പറഞ്ഞത് അപ്പം ഞങ്ങൾ എന്നിട്ട് അവർ കോച്ചിൽ നിന്ന് ഞങ്ങളെ പിക്കപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇറക്കി.
ഇറക്കി കഴിഞ്ഞിട്ട് ഞങ്ങളപ്പോൾ 8:25 ഒരുങ്ങൊരു വണ്ടി കയറി ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് പുള്ളി ഞങ്ങൾ കോച്ച് കൊണ്ടാക്കി. ആ കോച്ച് പിന്നെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ ഫൈനലി വി ഹാവ് റീച്ച്ഡ് ഹാർബറിൽ എത്തിയപ്പോൾ അപ്പം തന്നെ ടിക്കറ്റ് കാണിക്കുക. ഈ പല ആൾക്കാർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൂറിസിന് പോകുന്ന ആൾക്കാർ ആ കോച്ചിനകത്തുണ്ടായിരുന്നു. സോ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് അവർ ഡിഫറെൻറ്റ് നമ്മൾ ഇതിനകത്താക്കും. എന്നിട്ട് അവിടെ അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെയാണ് മമ്മി പറഞ്ഞ കാര്യങ്ങൾ. മറ്റേ ബോട്ടിൽ കയറിയിട്ട് ഫുള്ള് ഇതിങ്ങനെ ഇടും, മറ്റേ റോളർ കോസ്റ്റർ പോകണമായിരുന്നു ഗുജു അങ്ങനെ. പക്ഷേ ഡോൾഫിൻസിനെ കാണുമ്പോൾ സോ പ്രിട്ടിയായിരുന്നു. അവർ പറയായിരുന്നു ദ ഡോൾഫിൻ ഈസ് കോൾഡ് എ കോമൺ ഡോൾഫിൻ ബട്ട് ദ ഡോൾഫിൻ ഈസ് ആക്ച്വലി നോട്ട് ദാറ്റ് കോമൺ ടു സീ. ആൻഡ് അവർ കുറേ നാളെ ഇതിന് ആ ഡോൾഫിനെ കണ്ടിട്ട്, അപ്പോൾ നിങ്ങൾ കാണുന്ന ഡോൾഫിൻ കോമൺ ആണെങ്കിലും യു വോണ്ട് ആക്ച്വലി ഗെറ്റ് ടു സീ ദാറ്റ് മച്ച്. ഇറ്റ് വാസ് വെരി നൈസ്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് പോകണം. മമ്മി ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ആൻഡ് ഐ റിയലി ലൈക്ഡ് ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് സോ ടയറിങ്. പക്ഷേ തിരിച്ചു വന്ന സമയത്ത് എൻ്റെ പരിപ്പിളകി. സമയത്ത് ആവശ്യത്തിൽ ലൈക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ലൈക്ക് ആ ഡോൾഫിനെ കണ്ടു കഴിഞ്ഞ് കുറേ നേരം ബോട്ടിലിരുന്നിട്ട് എനിക്ക് ലൈക്ക് സീ സിക്നെസ് ആണോ എന്ന് എനിക്ക് സംശയം. ലൈക്ക് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, പക്ഷെ ഛർദ്ദിക്കാൻ വരുന്നില്ല. എനിക്ക് എൻ്റെ വയറ് ഫുള്ള് ടേൺ ചെയ്തിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു. ഒരു കണക്കിന് ഒരുപാട് ഫുഡ് കഴിക്കഴിഞ്ഞാൽ നന്നായി, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഔട്ട് ബിൻ വെരി സിക്ക്. ആൻഡ് ദെൻ തിരിച്ചു വന്നപ്പോൾ ലൈക്ക് ആരാണ്ട് എൻ്റെ എനർജി കൂട്ടിക്കൊണ്ട് പോലെയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഡോൾഫിൻസാണ് കൂട്ടിക്കൊണ്ട് പോയത്. ഡോൾഫിനായിരിക്കും എനർജി കൊണ്ടുപോയത് കടലിലോട്ട്. അവർ പറഞ്ഞു എന്തുകൊണ്ടാന്ന്, അവർ ഫുഡ് കഴിക്കായിരുന്നു, അതുകൊണ്ടാണ് അവർ കുറേ കൂട്ടായിട്ട് നമ്മൾ അവരെ കണ്ടേ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് കണ്ടേ, അല്ലെങ്കിൽ 1-2 ഒക്കെ നമ്മൾ കാണുള്ളൂ. പക്ഷേ അപ്പാരൻ്റ്ലി നമ്മൾ കുറേ കാണാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കോച്ച് തന്നെ കൊണ്ടാക്കി. വിവർത് ഒള്ളി ലൈക്ക് ആകെ 4-5 സെറ്റ് ഓഫ് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു വരാനായിട്ട്. വാട്ട് ഡെഡ് വാസ് അവർ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിറക്കി. അപ്പോൾ വി ഡിഡ്ന്റ് ഹാവ് ടു വോക്ക്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫുൾ ബോഡി ലൈക്ക് അര തുടങ്ങി താഴോട്ട് ഫ്രോസൺ ആയിപ്പോയി. ഫോർ സം റീസൺ ഭയങ്കര കോൾഡായിരുന്നു. ജാക്കറ്റ് ഇട്ടുള്ള ടോപ്പൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ടോപ്പ് ഭാഗം മാത്രം. ബട്ട് എൻ്റെ കാലൊക്കെ ഫുള്ള് കോൾഡായിരുന്നു. പിന്നെ അവിടെ വന്ന് ഞങ്ങൾ കാല് ബെഡ്ഷീറ്റിനടിയിലൊക്കെ വെച്ച് ചൂടാക്കി എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് മമ്മി ഹോട്ട് വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കി, ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു, അതിനകത്ത് ചൂടുവെള്ളം ഞങ്ങൾ നിറച്ചിട്ട് ഞങ്ങൾ കാലിൽ സോക്സ് ഇട്ടിട്ട് അതിൽ വെച്ചു ജസ്റ്റ് കീപ് മൈ ലെഗ്സ് വാം ബിക്കോസ് സോ കോൾഡ്. മമ്മി വാസ് ഫൈൻ. എൻ്റെ ബോഡിക്ക് എന്താ പറ്റുമെന്ന് അറിയില്ല, സംതിങ് ഹാപ്പൻ ടു മീ. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു, റിലാക്സ് ചെയ്തു. ഇപ്പം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലെത്തി. ഞാൻ ബീച്ച് കാണിച്ചു തരാം. ഫൈനലി വി ആർ അറ്റ് ദി ബീച്ച്. മമ്മി നമ്മൾ ബീച്ചിലെത്തി. അത് കുറച്ച് ബ്ലൂ വാട്ടറാണ്. ഒരു നേവി വാട്ടർ ആയിരുന്നു. നിങ്ങൾക്ക് വ്ളോഗിൽ അത് കാണാൻ പറ്റും അതിൻ്റെ കളറ്. പക്ഷേ ഇതാണ് ദ ബീച്ച് ഗൈസ്, ദ പാല ദി കോസ്റ്റ കാൽമ. മറ്റേ ഹട്ട് വേണി, പക്ഷെ ഞങ്ങൾ നടക്കാൻ വന്നതാ. ഇത് ഹോട്ടലിൻ്റെ അവിടെയാണ്. കാല് നനയ്ക്കണം. പൊക്കോളൂ മമ്മി, ബീച്ചിൽ കാല് നനച്ചോളൂ. മമ്മി എവിടെ പോയാലും വോൾക്കാനിക് റോക്കും കണ്ടുപിടിച്ചിട്ട്. ഹൗ ഡു യു നോ ദിസ് ഇസ് എ വോൾക്കാനിക് റോക്ക്? ആ വോൾസ് കണ്ട മാത്രമല്ല ആ കളർ കണ്ടത്, അതൊക്കെ നബാ വീട്ടിൽ കൊണ്ടുപോകാം വോൾക്കാനിക് റോക്ക്. ഇത് വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഉണ്ടായി ഐലൻഡാണ്. അതിമനോഹരമായ വ്ളോഗിങ് മാറ്റിൽ നടക്കാണ്. സോ ഐ വാണ്ട് ടു ഡിസ്റ്റർബ് ഹർ. ദിസ് ഈസ് സോ നൈസ്. കാറ്റുണ്ട്, തണുപ്പുണ്ട്, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് റിയലി നൈസ്. ഇറ്റ്സ് സോ റിഫ്രഷിങ്. നമ്മൾ ഫുള്ള് ഓഫീസിലൊക്കെ ഇരുന്നിട്ട്, ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ക്യാൻ ഹിയർ മീ, നമ്മളിങ്ങനെ ഫുൾ ഓഫീസിലൊക്കെ ഇരുന്നിട്ട് ലൈക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ജോബ് ആകുമ്പോൾ ഫുൾ ടൈം ഓൺ എ ടാസ്ക് ഓർ ലൈക്ക് എന്ത് ജോബാണെങ്കിലും ഇറ്റ് ഈസ് ബിസി ത്രൂ ഔട്ട് ദ ഡേ. സോ വെൻ യു ഗെറ്റ് ടു ടേക്ക് എ ഡേ ഔട്ട് and go experience something, it's so nice and refreshing, and it's very cutesy, and also this reminds me so much of ഞങ്ങൾ പണ്ടത്തെ ഐലൻഡിൽ പോയപ്പോൾ. ബിക്കോസ് ആ സമയത്ത് ബീച്ചുകളായിരുന്നു, കുറേ നാളായി പിന്നെ ബീച്ചിൽ പോയിട്ട്. സോ വാസ് ലൈക്ക് എ വെരി ഗുഡ്
മമ്മിയുടെ വ്ളോഗിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. സോക്കാൻ തുടങ്ങിയിട്ട് അവിടെയായിരുന്നു. മമ്മി ഇപ്പോഴും അവിടെ തന്നെയാണ്. വ്ളോഗ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ജസ്റ്റ് വരും. കണ്ടോ, സൂം ഇൻ. ഇനി കഴിച്ച് ഞാനും ഓൾറെഡി നടന്നു ഇവിടെ വരെ എത്തി. അത്രയും ദൂരം. മമ്മി വരുമ്പോഴേക്കും യു ഗൈസ് ഗെറ്റ് ടു എൻജോയ് ദിസ് വ്യൂ ഫോർ എ ബിറ്റ്. To go to the other side കാരണം അപ്പുറത്ത് കുറച്ച് വേറെ സാൻഡി ഏരിയ ഉണ്ട്. വി വോണ്ട് ടു ഗോ ദർ ടു സീ ദ സൺസെറ്റ്. അത് കാണാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ സണ്ണിന് തേടി അങ്ങോട്ട് പോവാണ്. വി ഷുഡ് ഹാവ് ബീൻ ഓൺ ഹൈ പോയിന്റ്സ്, വി ക്യാൻ സീ ഇറ്റ് ബെറ്റർ. പക്ഷേ ബീച്ചിലെ സൺസെറ്റ് ജസ്റ്റ് ഹിറ്റ്സ് സോ ഡിഫറെൻറ്റ് ഫ്രം എനി അതർ സൺസെറ്റ്സ്. ലൈക്ക് നമ്മളിങ്ങനെ ബോട്ടിൽ കൂടെ പോയാലും എനിക്ക് വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയാണ്. പക്ഷേ സെയിങ് ദാറ്റ് I love the sound of the waves. But I'm not a beach person, but I love the sound of the waves, of the sea. Like especially like ഇവിടെ seashore. വന്നോ വ്ളോഗർ? ഒരു ഫോട്ടോ എടുക്കാൻ. ബീച്ച് യാത്ര ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. We have stood here for quite some time. It's literally sunset time. The sun hitting the face. ക്യാമറയുടെ ഷാഡോ ഉണ്ടെന്ന് എനിക്കറിയാം, but it's so nice and it's cold as well, but because of the cold sun hit ചെയ്യുന്നതുകൊണ്ട് അത്രയ്ക്ക് കോൾഡായിട്ട് തോന്നുന്നില്ല. ബട്ട് യു കെയുടെ അത്രയും കോൾഡല്ല കേട്ടോ. എനിവേ മമ്മി ടയർഡായിട്ട് വെള്ളമൊക്കെ ഓടിക്കുന്നു നടന്ന്. ഇനി ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കുറച്ച് നേരം ഇരിക്കും. ഇതൊരു സൺസെറ്റ് എന്നൊരു വെയിറ്റ് ചെയ്യും. പക്ഷെ മമ്മി പറഞ്ഞ് നേരത്തെ പോവാന്ന്. സോ ഞങ്ങൾ മിക്കവാറും കാരണം 7 മണിക്കാണ് സൺസെറ്റ്. വി മൈ നോട്ട് വെയിറ്റ് ഹിയർ ഹാഫ് ആൻ അവർ. കുറച്ചും കൂടി ഇവിടെ കിടന്ന് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വി മൈ ഹെഡ് ബാക്ക് to our hotel. എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. റൈറ്റ് ഒന്നും പറയാനില്ല. This is the view and the sun is setting, but it's not to the beach, it's setting over there to the other side basically. But you can see the change in lighting in here as well, but it's still very pretty. What do you think, Mamme? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കാമൻ പോയിട്ട് അങ്ങനെ റഷൊന്നുമില്ല. പിന്നെ നല്ല സാൻഡ് ബീച്ച് വേണമെങ്കിൽ സാൻഡ് ഉണ്ട്. സ്റ്റോൺ വേണ്ടെങ്കിൽ സ്റ്റോൺ ഉണ്ട്. ഇവിടെ സ്റ്റോൺ ഉണ്ട്, ഇവിടുത്തെ സാൻഡ് ഉണ്ട്. ഒട്ടും കാറ്റൊന്നും കൊള്ളാണ്ട് സുഖമായിട്ടൂടെ ഇരുന്ന് ബീച്ചിങ്ങനെ നമുക്ക് ഒരു പ്രൈവറ്റ് നമ്മുടെ സിംഹാസനം പോലെ. വെരി നൈസ്. So we are ending tonight's vlog here, and then I'll pick it up tomorrow. Hello. Hello. Good morning. We are on the way to the beach. There's a shuttle bus from the hotel we are staying in to the beach. So we thought, why not? Because to the beach you do walk 15 minutes, for the shuttle just will stop you there, and then we can walk about there. Did my makeup, I did a full video on TikTok, and I might post that on shorts. We're just gonna explore the beach. We went beach yesterday, but I'm wearing the same outfit because I was like, I'm a girl who rewears my outfit, and I'm not bothered by what people say by it. So even though sometimes I overpack, but so I'm just wearing the same outfit to the beach, and then when I come back and I have a shower and everything, I'll just get changed to a new outfit. So today is the beach day, and explore our hotel a little bit more, because tomorrow by this time we will be leaving for the airport. I will take you guys on
to what are we doing next. And this is the intro for day 3. This is our officially second day, but technically our third day in Future Ventura. Come along with us today. ഞങ്ങൾ ഇന്നലെ പോയ ബീച്ചിലല്ല, ഞങ്ങൾ വിചാരിച്ചത് ഇന്നലെ പോയ ബീച്ചിലാണ് അവർ ഞങ്ങൾ കൊണ്ടുവന്നാക്കണമെന്ന്. പക്ഷേ ആക്ച്വലി നോ, ഇത് കംപ്ലീറ്റ്ലി വേറെ ഏതോ ഒരു ബീച്ചാണ്. കുറേ ദൂരമുണ്ട്. ഞങ്ങൾ ബസ്സിനകത്ത് ഒരു 10 മിനിറ്റ് അവർ കോച്ചിനകത്ത് കൊണ്ടിറക്കിയിട്ടാണ് ഞങ്ങൾ ഇറക്കിയത്. അപ്പോൾ ഇവിടെ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബീച്ച് കാണാം. സോ വി കോൺ സ്പെൻഡ് സം ടൈം ദർ. എന്നിട്ട് 1:30 ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് ഇവിടെ ബസ് വരുന്നത് ആ ടൈമിങ്ങിനകത്ത് 1:30 എഴുതിയായിരുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ തിരിച്ച് വന്നിട്ട് അതിന് മൈക്കത്തല്ല see how it goes. നേരെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബീച്ചാണ്. You see the blue waters. അവിടെ നമ്മൾ ശരിക്കും ഡിഫറൻസ് നോട്ട് ചെയ്യാല്ലേ. മമ്മ ആക്ച്വലി വിചാരിച്ചത് ബീച്ചിൻ്റെ വാതൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കോച്ചിലിറക്കാം. എന്നിട്ട് ഞങ്ങളിങ്ങനെ വെള്ളം വെക്കുന്നത് ബീച്ചിലോട്ട്, കാല് വയ്ക്കുന്നത് ബീച്ചിലോട്ടായിരിക്കുന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഇത്രയും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് താഴോട്ട് നടക്കണം. ഇത്രയും നേരം നടന്നാൽ മതിയായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ആ ബീച്ച് മറ്റു ബീച്ചിൽ നിന്നല്ല പോയോടത്തേക്ക്. ഇവിടെ പ്രത്യേകിച്ച് ബീച്ച് അല്ലാണ്ടൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ വിചാരിച്ച ഇവിടെ എന്തെങ്കിലും കടകളൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ നോർമലി സോ ഐ തിങ്ക് സോ. പക്ഷെ നമുക്ക് നോക്കാം, ഞങ്ങളവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അമ്മ പറയായിരുന്നു വെള്ളത്തിനധികം തണുപ്പില്ല, അപ്പോൾ അതുകൊണ്ട് നടക്കാൻ. അപ്പം ഞാൻ നടക്കാം കേട്ടോ. അത്രയ്ക്ക് തണുപ്പില്ല, പക്ഷേ തണുപ്പുണ്ട്. ഒട്ടും തണുപ്പില്ല, പക്ഷെ മമ്മി കാർഡിഗനൊക്കെ ഇടാ, ഇനോ തണുപ്പില്ലാത്തതുകൊണ്ടേ. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. പക്ഷെ ഒടുക്കത്തെ തണുപ്പില്ല, പക്ഷെ തണുപ്പാണ്. ബോംബെയിലായിരിക്കുമ്പോൾ പറഞ്ഞോളൂ. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവിടെ ബീച്ചിൽ വന്നിട്ടാ. അപ്പൊ ഇങ്ങനെ ആക്ച്വലി ഇത് പാറ കുറേ കൂടി അങ്ങനെ കുറേ ദൂരേക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു കിടന്ന പാറയുടെ മുകളിൽ കയറിയിരുന്നു. അപ്പൊ ഞങ്ങള് അവിടുത്തെ ഇത് തീർന്നു. ഞങ്ങൾക്ക് അക്കോമഡേഷൻ പ്രശ്നങ്ങളൊക്കെ ആയി. ഞങ്ങൾ പോരാന്ന് വെച്ചാൽ ഫ്ലൈറ്റിന്റെ ഡിലേ, ഫ്ലൈറ്റ് അല്ല ഇതൊക്കെ ഡിലേ വന്നു. ലൈക്ക് ട്രെയിനോ ട്രാൻസ്പോർട്ട് സൗദിക്ക് പോകാനായിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനും മേരിയമ്മ അക്കോമഡേഷൻ കിട്ടു. അത് കഴിഞ്ഞപ്പോ വേറെ അക്കോമഡേഷൻ ഇല്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചർച്ചയാണ് എന്ത് ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞ് എവിടേക്കെങ്കിലൊക്കെ പോവാം. പിന്നെ കുറച്ച് അവിടെ അറിയുന്ന കസിൻസ് ഒക്കെ ഉണ്ട്, അവരുടെ അടുത്തൊക്കെ പോയി ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞൊരു 5:30-6 മണിക്ക് ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ സ്റ്റിൽ ഇതുപോലെ സണ്ണിയാണ്. നോക്കുമ്പോ ഞങ്ങളുടെ ചുറ്റും വെള്ളം. ആ പാറയുടെ ഞങ്ങളിരിക്കുന്ന അവിടെ മാത്രം വെള്ളമില്ല. കടൽ കയറി ഇങ്ങോട്ട് വന്നു. അമ്മായിക്കോടെ ഒറ്റ മനുഷ്യരും ഇല്ല. ബോംബെയിൽ ഹജ്ജായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഈ പാറയുടെ ഇങ്ങനെ ചെറിയ വഴി നോക്കി ഇങ്ങനെ നടന്ന് അത് മുട്ടിനവരൊക്കെ വെള്ളം കിട്ടും. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ പാറയില്ല. പിന്നെ ഈ പാറയുടെ കാഴ്ച ഉണ്ടല്ലോ. അപ്പൊ രണ്ടടിക്കുള്ള സ്ഥലം നല്ല ഡീപ്പ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയാൽ നന്നായിട്ട് നല്ല തിരയും ഫുള്ള് നനയും. മാത്രമല്ല അത് ഒഴുകി പോകുന്ന ഉറപ്പില്ല. എന്നാലും ഞങ്ങൾ എൻ്റെ ഒരു ടൈം പിടിച്ച് ഒറ്റ ഇങ്ങനെ അന്ന് രക്ഷപ്പെട്ടു. This is a completely different beach that we are at. So the beach we went yesterday, which is like 15 minutes walk from the accommodation we are staying in. But this is 15 minutes a drive from the accommodation we are staying in. And so it's
ഇറ്റ്സ് ലൈക്ക് 40-45 മിനിറ്റ്സിൽ കൂടുതൽ നടക്കണം തിരിച്ചങ്ങോട്ട്. സോ വി ഡിസൈഡഡ് വിൽ ജസ്റ്റ് ലൈക്ക് ഗോ ബാക്ക് ടു ദ സെയിം കോച്ച്. ഷോപ്പിങ്ങിനുള്ള സമയം അപ്പം ഉണ്ടാവില്ല അവിടെ. സോ വി ജസ്റ്റ് ഗോണ വോക്ക് അറൗണ്ട് ഹിയർ, എക്സ്പ്ലോർ. മമ്മി ബാക്കിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടൽ കണ്ട് അവിടെ ഓടിച്ചാടി നടന്ന് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീച്ച് ഷൂസൊക്കെ ഉണ്ട്. എനിക്ക് ഫുള്ളി നനയുന്നില്ല. വാട്ടർ ഈസ് കോൾഡ് ബട്ട് ഇറ്റ്സ് നോട്ട് ടു കോൾഡ്. പക്ഷെ കുളിക്കാനുള്ള തണുപ്പ് ഇല്ല, കയറി ഇങ്ങനെ ഇറങ്ങാനുള്ള. ബട്ട് ടു ലൈക്ക് വോക്ക് അറൗണ്ട് ഇറ്റ്സ് ഫൈൻ ബിക്കോസ് വെയിലും നല്ല ചൂടുള്ളതുകൊണ്ട് കാറ്റും ഇതാകുമ്പോൾ ഇറ്റ്സ് ഫൈൻ. ബട്ട് ഇഫ് യു ലൈക്ക് സൺ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ ബീൻ ടു കോൾഡ്. ബട്ട് അഗൈൻ ഒരു ജമ്പറൊക്കെ മതി ജസ്റ്റ് ഇൻ ദിസ് ഇത്. പക്ഷേ കുറച്ചും കൂടി ലേറ്റർ ഇൻ ദ മന്ത്സ് വരാണെങ്കിൽ ലൈക്ക് ഒരു മെയ് എൻഡ് ജൂണൊക്കെ വരാണെങ്കിൽ ഐ തിങ്ക് വിൽ ബി സൂപ്പർ വാം ഹിയർ ആൻഡ് ലെസ് വിൻഡി. ബട്ട് ദിസ് ബ്ലൂ skies is giving me the good holiday vibe and the blue sea. Sea le namukku 2 different shades of blue color aanu, which I'll show you guys. Can you see the 2 different shades? So you have the 3 different shades actually. Bhayangara light blue ivide, and then you have a bit more blue, and then ഏറ്റവും backly you have the dark blue. ആ ഒരു നേവി പോലത്തെ ബ്ലൂ ആണ് ഞങ്ങൾ കടലിൽ പോയപ്പോൾ കണ്ടത്. അപ്പോൾ this is very picturesque and very pretty. Definitely worth a visit if you're coming to this place because you get to see the mountains there, and then you have your palm trees which are everywhere. I don't even know if they're palm trees, but they look like palm trees. And kore hotels aanu ivide ulla. And then you have the sea here, and then you have my mom there, and then we have more mountains and resorts and stuff. ഇന്നലെ വന്നത് വേറെ ബീച്ചിലായിരുന്നു. ഓക്കെ, ഞങ്ങൾ കഴിഞ്ഞ 1 മണിക്ക് മുമ്പ് ബസ് പിടിച്ചില്ലെങ്കിൽ ഇനി 4 മണിക്ക് ബസ്സുള്ളൂ. സോ ടു ഹറി അപ്പ്. ഈ ചെരുപ്പ് വെച്ചുകൊണ്ട് ഞാൻ പോട്ടെ. ഫൈനലി വണ്ടി കയറി തിരിച്ച് ഹോട്ടലിൽ പോവാണ്. ഒരു 1.5 കയറ്റായിരുന്നു ഇത് കിട്ടാനായിട്ട്. കാരണം 1 മണിക്ക് ഇവിടുന്ന് പോകും. ഫൗണ്ട് ലോട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാക്ടസസ്. Interesting. I've been going out of my way for us, and I'm not okay. The sun ain't gon' shine all day. Can't wait to see it on your face. Girl, you know, gotta do better than walking out and dodging the surface. Every day I've been out praying my baby not hurt. Ay. All of the weather we doing, I promise it's worth it. Ay. Open the curtains, ay. Baby I'm certain. Ay. I want it all, we come in, it's a coupe, and we gon' bring it right back. Tell him, man, you know I'm suited, ay. But I ain't never gon' slack. I had to study the map, I had to find where I'm at. The legend, a symbol of that. Symbols, I ain't gonna crash. Catch me in the cut, hun. Something like the dog running. Last night, so we are trying to do as much as a video as we possibly can. We are finally refreshed and ready. Guys, now we're gonna show you our outfit. This is mine. Very coat set, a shirt and like This is mine. It's nice and cotton from Marks and Spencer. Designer. ഇത് സാറേന്നാട്ടോ. ദ ഗുഡ് തിങ് അബൌട്ട് ദിസ് ഇസ് ഈ ബട്ടൺസ് നമുക്ക് ഊരിയിട്ട് ഇങ്ങനെ ഇതൊരു ലൂസ് ഫിറ്റ് വരും. ഷേപ്പ് ഇങ്ങനെ ഒരു ഇങ്ങനെ എന്നാൽ ഇവിടെ സീറ്റ് ഉണ്ട് ഇങ്ങനെ. എന്നാൽ ഈ പാൻറ്റിന് പോക്കറ്റുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിടാം. ആൻഡ് ഇതൊരു ബേൺഡ് ഓറഞ്ചി ടൈപ്പ് ഒരു കളറാണ്. ബട്ട് ഐ ഹാഡ് ഇറ്റ് ഫോർ ലൈക്ക് 1 വർഷം കണ്ട ഇത് മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ അപ്പോൾ ഞാനോർത്ത് ഹോളിഡേക്ക് പോകുമ്പോഴാണല്ലോ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും കൂടി കൊണ്ടുവന്നത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. എക്സെപ്റ്റ് 1, ഐ ഹാവ് യൂസ്ഡ് ഓൾ മൈ ഔട്ട്ഫിറ്റ്സ്. സോ കുഡോസ് ടു മീ. ഞാൻ ആകെ 3 ഡ്രസ്സ് കൊണ്ടുവന്നുള്ളൂ. ആ 3 ഡ്രസ്സ് ഞാൻ വരേക്ക് യൂസ് ചെയ്തു. 2 ദിവസം സെയിം ഡ്രസ്സ് ഇട്ടു. ഈവനിങ്ങിൽ ഇന്നലെ ഡിന്നർ കഴിക്കാനായിട്ട് വേറെ ഡ്രസ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
മിക്സ് ആൻഡ് മാച്ച് ഇടാനായിരുന്നു പ്ലാൻ. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഇന്ന് ഇട്ടില്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും ഇടില്ല, ഞാൻ മടി പിടിക്കും. ആൻഡ് ഇതിങ്ങനെ വാർഡ്രോബിൽ ഇങ്ങനെ പുതിയതായിട്ട് തന്നെ ഇരിക്കും. സോ വാസ് ലൈക്ക് ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ഔട്ട്. അതുകൊണ്ട് ഞാനിത് എടുത്തോളാം. ഞങ്ങൾ വിചാരിച്ചു 5:30 വരെ താഴെ കൂടുതൽ ചായ കിട്ടുമെന്ന്, പക്ഷെ എല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ ബാർ ഏരിയയിൽ പോയിട്ട് ചായ കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പോകും. ചെമ്പരത്തി ഈസ് അബ്സസ്ഡ് വിത്ത് ഓൾ ദ ചെമ്പരത്തി പൂവ്. മമ്മിക്ക് യമാമാർക്കുണ്ടല്ലോ ഈ ചെടി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പറിച്ചുകൊണ്ട് പോകണം. വീഡിയോ എടുക്കും. ആ മറ്റേ പഴയ സിനിമയിലെ പോലെ ചെമ്പരത്തി റെഡ്. വെരി ഗുഡ്. എല്ലാ ചെടി കാണുമ്പോഴും അതിനുള്ളിൽ കൂടെ ഒരു ഫോട്ടോ. ഞാൻ പണ്ട് എൻ്റെ മറ്റേ വ്ളോഗിൽ പറഞ്ഞില്ലേ, യൂറോപ്പ് വ്ളോഗിലെ it's time to end the vlog. In case if we didn't get any time to take any videos, എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ എൻഡിൽ ആഡ് ചെയ്യാം. ബട്ട് ഫോർ ടൈം ബീങ് ഞങ്ങൾ ഫ്രൈഡേ വന്നു. ജസ്റ്റ് റിലാക്സ് ചിൽ ചെക്ക് ഇൻ ആയിരുന്നു. എങ്ങനെയാണ് ഇത് ഹോട്ടലിൽ എവരിത്തിങ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണേ അതൊക്കെ കണ്ടുപിടിക്കലായിരുന്നു. റൂം കണ്ടുപിടിക്കാൻ ഞങ്ങളൊരു 10 minutes കഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അതായിരുന്നു ഫ്രൈഡേയിലത്തെ പരിപാടി. അത്ര മാസീവ് ഏരിയ ആണത്. ആൻഡ് ദെൻ അറ്റ് നൈറ്റ് ഞങ്ങൾ ഒരു 9:30 ആയപ്പോൾ വി ബുക്ക് ഡോൾഫിൻ ആൻഡ് വെയിൽ വാച്ചിങ്. പക്ഷേ വെയിൽസിനെ കണ്ടു, ഡോൾഫിനെ കണ്ടു. സോ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾക്ക് കാണാൻ പോകണമായിരുന്നു. അതായിരുന്നു ഡേ, ഞങ്ങളുടെ ഒഫീഷ്യൽ ഡേ 1. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, ഇവിടെ റിലാക്സ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയി. ആൻഡ് ദെൻ വി സീ സൺസെറ്റ്. അതിന് മുമ്പ് നമ്മൾ സ്വിം ചെയ്തു. ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോയി. അതായിരുന്നു ഡേ 2. എന്നിട്ട് ഇന്ന് ഒരു റിലാക്സിങ് ഡേ ആയിരുന്നു കംപ്ലീറ്റ്ലി. ലൈക്ക് എന്താ പറയുക, ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ബീച്ചിൽ പോയി. എന്നിട്ട് ബീച്ചിൽ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിക്ക് തിരിച്ചൊന്നൊരു മാർക്കറ്റിനായിരുന്നു, അവിടെ കയറി ഇറങ്ങി. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് വി കെയിം ഹിയർ. ആൻഡ് ദെൻ ഞങ്ങൾ പിന്നെയും പുള്ളിൽ പോയി, ബിക്കോസ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നാളെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇവിടെ വന്ന് സൺസെറ്റ് വ്യൂ ആസ്വദിക്കായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഹോട്ടലിൽ ആക്ച്വലി സൺസെറ്റ് വ്യൂ റിലാക്സ് ചെയ്തായിരുന്നു കണ്ടില്ലായിരുന്നു. സോ വി തോട്ട് എൻജോയ് ദ സൺസെറ്റ് വ്യൂ. അത് കഴിഞ്ഞിട്ട് മേ ബി ഇൻ ഹാഫ് ആൻ അവർ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. ആൻഡ് ദാറ്റ്സ് നൗ വി ആർ ഡ്രിങ്കിങ് സൺറൈസ് ഡ്രിങ്ക്. എൻ്റെ ഡ്രസ്സും ഇതും എല്ലാം കൂടി ഒരു മാച്ചിങ് ആയിട്ടുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ഫോർ ഓൾ ഇൻക്ലൂസീവ് ആൻഡ് ദിസ് ഇസ് ബിൻ എ റിലാക്സിങ് ഹോളിഡേ. മമ്മയുടെ അഭിപ്രായം എന്താണ്? We went a few times, full package only. ആര് വി? I went. ഓക്കെ, ഞാനടങ്ങി വിയോ, ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് വൺ ഐ ലൈക്ക് ദ മോണ്ടിനെഗ്രോ. പക്ഷെ അത് കുറേ ദിവസം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ? അവിടെ ചുറ്റുമുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് കാണാൻ പോയി ഉണ്ടായിരുന്നു. ടർക്കി നല്ലായിരുന്നു. സോഫാർ ഞാൻ പോയതിൽ ഏറ്റവും നല്ലത് അതായിരുന്നു. ഇത് ലാസ്റ്റ് ചാൻസ് കൊടുക്കാൻ പറ്റുള്ളൂ, ലാസ്റ്റ് ഇതിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഫുഡ് വൈസ് അത്ര നല്ലായിരുന്നില്ല ഇവിടുത്തെ ഫുഡ്. വാസ് ഓക്കെ. ഇറ്റ് വാസൻ ലൈക്ക് വാവ് എനിക്ക് വീണ്ടും കഴിക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ മാൽദീവ്സിൽ പോയപ്പോഴാണെങ്കിലും ലൈക്ക് ദ ഫുഡ് വാസ് റിയലി നൈസ്. ഐ മീൻ നമ്മളൊരു ബഡ്ജറ്റ് ഹോളിഡേ പോലെയാണ്, ജെറ്റുവിൻ്റെ ഹോളിഡേയ്സ് ആണത്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ബട്ട് സെയിങ് അതും ജെറ്റു ആയിരുന്നു നിങ്ങൾ മോണ്ടിനെഗ്രോ പോയത് അല്ലല്ലോ? ജെറ്റു ആയിരുന്നു. ആണോ? ഇവരുടെ പോയത്. പക്ഷേ ഫുഡ് മേ ബി ഹോട്ടലിനെ ആയിരിക്കും കേട്ടോ. ഫുഡ് വാസ് ഓക്കെ. ഇറ്റ് വാസൻ ലൈക്ക് വാവ്, ഇറ്റ് വാസ് ഓക്കെ. ഉള്ളതിൽ ഏറ്റവും ഭേദം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചൂറോസ് ഉണ്ടായിരുന്നു, ഹാഷ് ബ്രൗൺസ് ഉണ്ടായിരുന്നു, എഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഈതർ ഗ്രിൽഡ് മീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഫുഡ് വൈസസ് ഒക്കെ. സോ ഇറ്റ് വാസ് നമുക്ക് വേറെ ഒന്നും വേറെ ചെയ്യേണ്ട. ബട്ട് ദ ഓൺലി തിങ് ദാറ്റ് ഐ മിസ്ഡ് ഫ്രം ഓൾ ഇൻക്ലൂസീവ് ഫ്രം ദ അതർ ഹോളിഡേയ്സ് ഇസ് നമുക്ക് എന്തെങ്കിലും സ്ഥലം കാണാനായിട്ട് പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ സിറ്റി താമസിക്കുമ്പോൾ വി ഗെറ്റ് ടു ലൈക്ക് വോക്ക് അറൗണ്ട് ആൻഡ് എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാഫേസിൽ പോയിട്ട് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഐ ഡു മിസ് ഇറ്റ് ആക്ച്വലി ഇങ്ങനെ ഹോളിഡേ കിട്ടുമ്പോൾ. കാരണം നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇത് കിട്ടുമ്പോൾ വി ഫീൽ ലൈക്ക് വൈ ഡു വി നീഡ് ടു വേസ്റ്റ് മണി ടു ഗോ ആൻഡ് ഗെറ്റ് സംതിങ് എൽസ്. ബട്ട് ഐ ഡു മിസ് ദാറ്റ്. കാരണം നമ്മളൊരു ക്യാഫേയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. നമ്മളിവിടെ ഓർഡർ സ്റ്റാഫ്സിനെല്ലാം കാണുന്നുള്ളൂ, ഇൻ ദർ വർക്കിംഗ് എൻവയറൻമെൻറ്റ്. മറ്റേത് നമ്മൾ വന്നിരിക്കുന്ന ആൾക്കാർ നമ്മൾ കാണുമല്ലോ. So on that note, that's the only thing I'm missing. But convenient ആണ്, like if you come with kids and stuff like that, because ഇവിടെ എല്ലാവരും പിള്ളേരും കൊണ്ടുവന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ട്, പൂളുണ്ട്, ലൈക്ക് എല്ലാ സർവീസസ് ഉണ്ട്, എല്ലാത്തരം ആക്ടിവിറ്റീസ് ഉണ്ട്. ചെറിയ ഇതിനൊക്കെ ഈ
പൂൾ ടേബിളൊക്കെ കളിക്കണമെങ്കിൽ പൂൾ കളിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അത് നോർമലി മറ്റേ കോയിൻസ് ഇട്ട് കളിക്കുന്ന പോലെ തന്നെ, ഏതാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല. വുഡ് ഐ ഡു ഇറ്റ് അഗൈൻ? ഐ വുഡ്, ബിക്കോസ് ദ കൺവീനിയൻസ് ഓഫ് ഇറ്റ് ഇസ് മച്ച് ഈസിയർ. ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ എത്തണം വരെ ഒന്നും അറിയണ്ട, ഹോട്ടലിൽ എത്തിയാലും ഒന്നും അറിയണ്ട, തിരിച്ച് പോകാനായിട്ട് അവർ ലൈക്ക് നമ്മൾ കൊണ്ടുപോകുക ചെയ്യും. സോ അങ്ങനെ നോക്കുമ്പോൾ യെസ്, ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. പക്ഷേ ഐ ഡു മിസ് ഔട്ട്സൈഡ് ഓഫ് ദ ഹോട്ടൽ ആൻഡ് എക്സ്പ്ലോറിങ്. ഇപ്പം നമ്മൾ സിറ്റിയിൽ താമസിക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പല പല സ്ഥലങ്ങൾ നമ്മൾ അവിടെ നിന്ന് പോകും. ഞങ്ങൾ നടന്നെങ്കിലും കാര്യമായിട്ടൊന്നും കണ്ടില്ല. അവിടെ ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നണേ. ഇവിടെ കൂടുതലും ഇങ്ങനെ ടെമ്പററി മാർക്കറ്റ് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ നോർത്തിൽ പോവുകയാണെങ്കിൽ കൂടുതൽ ഫിഷ് വെഞ്ചറിൽ കാണാനുള്ള. ഇവിടെ ഞങ്ങൾ കോസ്റ്റ പാൽമ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ അധികം സ്ഥലങ്ങളില്ല. അപ്പോൾ പോകണമെങ്കിൽ വേറൊരു സ്ഥലത്താണ് പോകേണ്ടത്. ഞങ്ങൾ അവിടെ പോയിട്ടാണ് ആ ഹാർബറിൽ നിന്ന് ഡോൾഫിൻ വാച്ചിങ്ങിന് പോയത്. അവിടെ വലിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചും കൂടി ബെറ്ററാണ്. സോ നമ്മൾ പോവുകയാണെങ്കിൽ ഇത് പ്യൂർലി റിലാക്സിങ് ഹോളിഡേ ആയിരുന്നു, വിച്ച് വി ലൈക്ക്. ദ ഓൺലി തിങ് വാസ് ലൈക്ക് ഞങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്തായിരുന്നു. അത് ഡോൾഫിൻ വാച്ചിങ് വാസ് ലൈക്ക് £45 or 43 or 4 pounds per person ആയിരുന്നു. ഗെറ്റ് യുവർ ഗൈഡിൽ നിന്ന് ഇവർ ജെറ്റുവിൻ്റെ ഹോളിഡേയ്സ് തന്നെ നമുക്ക് പാക്കേജ്ഡ് ആയിട്ട് ഇങ്ങനെ ടൂറിസൊക്കെ ഉണ്ട്. നമ്മളതിന് സെപ്പറേറ്റ് പേ ചെയ്യുന്നത്. ഏജൻറ്റ് ഇവിടെ വരുമെന്ന് പറഞ്ഞത്, പക്ഷേ ദേ വർ കമ്മിങ് ഓൺ സാറ്റർഡേ ആൻഡ് സൺഡേ ഏജൻറ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് വി ഓൺലി ഹാവ് 2 days റൈഡ്. ഞങ്ങളുടെ ഡേ വാസ് സാറ്റർഡേ ആൻഡ് സൺഡേ. സോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ആക്ടിവിറ്റി ഒന്നും കാണുക ചെയ്യലുണ്ടാവില്ല. സോ വി ഡിസൈഡഡ് ടു ഞങ്ങൾ തന്നെ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ബട്ട് ഓൺ ദാറ്റ് നോട്ട്, ഹൗ വാസ് യുവർ ഓവറോൾ ഹോളിഡേ റേറ്റിംഗ് പറയൂ? Out of 5? Out of 5, I'll give 3.5. 3.5. Overall experience with me? Oh, out of 5, I'll give 4.9. എൻ്റെ പൊന്നോ, എന്താണ് ഒരു മാർക്ക് മിസ്സിങ്? പറയേ കേൾക്കട്ടെ ഞാൻ. ഒരു മാർക്ക് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഐ ഫെൽറ്റ് സം ടൈം, ഞാൻ പറയുന്നതല്ല നിനക്ക് മനസ്സിലാവുകയാണ്. കാരണം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ പറയുന്നതുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ മമ്മോട് ആണോ എന്ന് ചോദിച്ചാൽ മമ്മ ആണോ എന്ന് ചോദിക്കും. പക്ഷെ മമ്മയുടെ ആണോ ഈസ് യെസ്, അത് ശരിയാണെന്നാണ്. പക്ഷേ എൻ്റെ മനസ്സിലേ അതൊരു ചോദ്യമല്ലേ, അങ്ങനെയാണ്. സോ അത് എല്ലാ അമ്മയും മക്കളൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ബട്ട് അതർ ദാൻ ദാറ്റ് കളാഡ് എൻ്റെ കൂടെ ഇനി ഹോളിഡേക്ക് വരുമോ? 4.9 നല്ല ഹോളിഡേക്ക് വരട്ടെന്നൂടെ എന്ന് വെച്ചാൽ yeah, I feel more relaxed when I'm coming with you. Why? Because I don't need to take any responsibility. Older daughter syndrome, guys, hitting hard here. Relaxed holiday ആയിരുന്നോ? Yes, of course. Okay, good. I think all inclusive would be good if you're coming as a family. വേറൊന്നും പറയണ്ടല്ലോ. But on that note, I'm going to end the vlog here. And thank you guys so much for watching this video so far. And if you haven't subscribed, please subscribe. And share. Subscribe, share. ഞാൻ കാശൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, അത് ഫ്രീ ആയിട്ട് പറയുന്നത്. Yeah, but I would come. Baby stories, nice videos. Now it is getting more like എന്താ പറയുക, പെട്ടെന്ന് ഇംഗ്ലീഷ് ആയാലും professional. It's nice. ഞാൻ മമ്മിയെ കൊണ്ട് കുറേ ആംഗിളിൽ മറ്റേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തത്, അതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇരിക്കും ഏത് കോലത്തിലിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നടന്നു പോകൂ, തിരിച്ചു വരൂ, അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഭയങ്കര പ്രൊഫഷണൽ. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചില സീൻസ് കാണുമ്പോൾ, ലൈക്ക് സീനറീസ് കാണുമ്പോൾ യു ഫീൽ ലൈക്ക് ഒരു വിഷൻ വരും, ഇങ്ങനെ എടുത്താൽ ഞാൻ നല്ലതായിരിക്കുമല്ലോ എന്ന്. പക്ഷേ ആ വിഷൻ എന്തുമാത്രം വർക്കൗട്ട് ചെയ്യുന്ന എഡിറ്റിങ്ങിലാണ് അത് വർക്കൗട്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും. പിന്നെ ടു മച്ച് കോംപ്ലിക്കേഷൻ എഡിറ്റിംഗ് എൻ്റെ ഇല്ല. ആസ് യു ഹാവ് ടോൾഡ്, ആസ് യു സീൻ എൻ്റെ വ്ളോഗ്സ് പഴയതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. ദിസ് ഇസ് ബീൻ എ ഗുഡ് ഹോളിഡേ. ഐ വുഡ് കം വിത്ത് യു അഗൈൻ. I think ഞങ്ങൾ ലാസ്റ്റ് thank you so sweet. Stop it. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഒരുമിച്ച് ഹോളിഡേക്ക് പോയത് മാസയിലാണ്, വിച്ച് ഇസ് ഇൻ ഫ്രാൻസ്. അതിനകത്ത് ഇറ്റ് വാസ് ഓക്കെ. ഐ തിങ്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി ഞങ്ങളത് ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഹോളിഡേക്ക് പോണത്. സോ ഐ തിങ്ക് വി ഗ്രോൺ ഫ്രം ദാറ്റ് ഇല്ലേ. അത് കഴിഞ്ഞ പിന്നെ ഐ തിങ്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട് ഫ്രം ദാറ്റ്. ഐ തിങ്ക് വി ഹവ് ചേഞ്ച്ഡ് എ ലോട്ട്, വി ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ്. സോ ഐ തിങ്ക് ഞങ്ങളുടെ റിലേഷൻഷിപ്പും ഇൻ എ വേ ഹാസ് ഇംപ്രൂവ്ഡ് ഇൻ ദാറ്റ് കാറ്റഗറി. കുറച്ചും കൂടി ഓപ്പണായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് വാച്ച് ദിസ് വീഡിയോ till the end. If I have add more bits in, and thank you for watching and love from both of us. Bye. Okay, bye. Okay, bye guys. I'm going to end the vlog here. അമ്മ പോവാൻ റെഡിയായി. We are finally going back. Need a friend to shake me out again. Need a friend